ഹായ് ഗായ്സ്, ഞങ്ങൾ വീണ്ടും എത്തി. ഞങ്ങൾ ഇന്ന് വേറൊരു ടോപ്പിക്കാണ്, ഒരു ഫ്രഷ് ടോപ്പിക്. അപ്പൊ ഗൈസ്, വെൽക്കം ടു ചുമ്മാ പോഡ്കാസ്റ്റ്. ഇന്ന് പറയാൻ പോണത് റൈഫിൾ ക്ലബിനെ കുറിച്ചാണ്. അതായത് നമ്മള് കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ ബ്ലാക്ക് പൂൾ തിയേറ്ററിൽ പോയി കണ്ട റൈഫിൾ ക്ലബ് എന്ന് പറയുന്ന സിനിമ. അപ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു, നമുക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ട്, ജസ്റ്റ് ഞങ്ങളുടെ ഒരു വ്യൂ പോയിന്റ്, പിന്നെ ഇവിടുത്തെ തിയേറ്ററിൽ കാണുമ്പോൾ വ്യത്യാസം അപൂർവമായിട്ടാണ് സിനിമകൾ വരുന്നത്. അപ്പം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത്, ഷെയർ ചെയ്യാൻ പോകുന്നത്. അതെ അതെ. അപ്പൊ ബേബി മോൾ തുടങ്ങിക്കോ. റൈഫിൾ ക്ലബ്ബ് ബേബി മോൾക്ക് എന്ത് തോന്നി കണ്ടിട്ട്? എന്താ തോന്നിയത് നിനക്ക് പടം കണ്ടിട്ട്? ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? അല്ല, എനിക്ക് സത്യമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാ പറയണ്ടേ, ഞാൻ ഇത് കാണാമെന്ന് വിചാരിച്ചത് ഇതിന്റെ മോഷൻ ഗ്രാഫിക്സിലെ പോസ്റ്റർ ആയിരുന്നു. അതൊരു പൊള്ളി പോസ്റ്റർ ആയിരുന്നു, പറയാതിരിക്കാൻ പോയ. അത് എഡിറ്റ് ചെയ്ത ആരാണെങ്കിലും അവര് അയ്യോ, പുള്ളിയുടെ പേരെന്തോ വിഷ്ണു സാജൻ അങ്ങനെ എന്തോ, ഞാൻ കറക്റ്റ് പേര് പറയാട്ടോ. അതിനു പറ്റിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പൊളി. അഭിനയിച്ചതും അടിപൊളിയായിരുന്നു, എല്ലാം നല്ല അതിന്റേതായ രീതിയിൽ സീൻ. എല്ലാവർക്കും ഒരു റോൾസ് എല്ലാം നല്ല കറക്റ്റ് കാസ്റ്റിംഗ്, നല്ല രീതി. വിഷ്ണു സാജൻ അല്ല കേട്ടോ ഗൈസ്, വി സാജൻ. വിഷ്ണു ആവാം, എന്തെങ്കിലും ആവാം. പക്ഷെ വി സാജൻ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ അത് കണ്ടിട്ടാണ് ഓക്കെ ഇങ്ങനെ ഒരു സിനിമ. എനിക്ക് തോന്നുന്നു ഞാൻ റീമാക്കലിംഗിന്റെ പോസ്റ്ററാണ്, ഞാൻ ആഷിക് കപൂറിന്റെ അല്ല, ഞാൻ റീമാക്കലിംഗിന്റെ ആയിരുന്നു ഈ മോഷൻ ഗ്രാഫിക്സിന്റെ ഈ പോസ്റ്റർ. അതിനു മുമ്പ് എനിക്ക് ഇതിന്റെ സിനിമ ഏതാണെന്ന് അറിയത്തില്ല. മറ്റേ അപ്പൊ അതിനു മുമ്പ് മറ്റേ എന്നാ പറയണ്ടേ, ഇങ്ങനെ ദിലീഷ് പോത്തിന്റെ ഒരു സിനിമ വരുന്നുണ്ട്, അടിപൊളിയാണെന്ന് ഇങ്ങനെ സോയയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും വർക്കിനിരിക്കുന്ന സമയത്ത് എന്തോ ആണ് ഈ റൈഫിൾ ക്ലബിന്റെ ട്രെയിലർ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഞാനത് കണ്ടപ്പോ തന്നെ സംഭവം സെറ്റ് സാധനം. അങ്ങനെയാണ് അപ്പൊ തന്നെ ഇവൻ അയച്ചു കൊടുത്ത്, പിന്നെ ഇവൻ ഇരുന്ന് കണ്ട്, പിന്നെ എനിക്ക് എന്നെ അപ്പൊ കാണിച്ചു. ഞാൻ മോഷൻ ഗ്രാഫിക്സ് ഇത് സൂപ്പർ അല്ലേ, ഇതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ കാണിച്ചു. നമുക്കിത് കാണുന്ന സീൻ പടായിരിക്കും. നല്ല 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 രസമായിട്ടൊക്കെ എടുത്തേക്കണം. ബേസിക്കലി ഇതൊരു റൈഫിൾ ക്ലബ്ബ്, ആ ടൈറ്റിൽ പറയണ പോലെ തന്നെ റൈഫിൾ ക്ലബിലുള്ള മെമ്പേഴ്സ്, ഒരു ക്ലബും അതിനകത്ത് നമ്മള് സ്പോയിലറായിട്ടൊന്നും പറയണില്ല, കാരണം ഇപ്പം തിയേറ്ററിൽ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നു. അതെ, അതായത് നമുക്ക് ശരിക്കും നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് അത് പൊട്ടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വിഷമം വരില്ല. ഒരു 150 രൂപ ആ പൊട്ടുമില്ല, 2 മണിക്കൂർ അതിനകത്ത് കയറി ഇരുന്നല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ നമ്മള് ഒരു സിനിമയ്ക്ക് പോവാണെങ്കിൽ ഒരു എത്ര 12 യൂറോ ഒരാൾക്ക് 11 യൂറോ, അതായത് നാട്ടിൽ 1000 രൂപ എടുത്തിട്ടാണ് നമ്മളൊരു സിനിമ കാണാൻ പോകുന്നത്. നമുക്കൊരു അപ്പൊ എന്നിട്ട് സിനിമ ഓണത്തിലേക്ക് നമുക്കൊരു വിഷമം. പക്ഷെ ഇത് ശരിക്കും ആ 11 യൂറോ കൊടുത്തതിന് എനിക്ക് ഭയങ്കര കാരണം ആദ്യം തൊട്ട് അവസാനം വരെ ഇങ്ങനെ കണ്ടിരുന്നു. പടം ഭയങ്കര ക്രിസ്പാണ്, ഒരു നല്ലൊരു എന്താ ടൈം ലൈൻ ആണ്. ഒറ്റ അടിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെ പറഞ്ഞു. ഓരോ ക്യാരക്ടറിന്റെ വാല്യൂ എല്ലാവർക്കും ഒരേ വാല്യൂ കൊടുത്തേക്കണം. ആൻഡ് അവരുടെ ഓരോ ഡയലോഗിന്റെ അതായത് സിനിമ മൊത്തം നമ്മൾ ഇടയ്ക്കിരുന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ വീട്ടിൽ ഇരുന്ന് നോക്കുന്ന മാതിരി. അതായത് ഇവരുടെ ഒരു മറ്റേ ടേബിളിൽ ഇരുന്ന് എല്ലാവരും ഫുഡ് കഴിക്കുന്ന ഒരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഷമവും എല്ലാവരും വഴി പോകുന്നവരെല്ലാം അതുകൊണ്ട് ആരൊന്നും മിണ്ടിയ പ്രശ്നമാണ്. ഇത് ഒന്നാമത് ഇത് ചെയ്തേക്കണ ആഷിക് കപൂർ DOP അതാണ് അതിന്റെ ഒരു ഇത്. സിനിമാറ്റോഗ്രഫി ആഷിക് കപൂർ തന്നെ DOP, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രാഫി ഡയറക്ടർ ആഷിക് കപൂർ ആണ്. ആഷിക് കപൂർ അങ്ങോട്ട് തിമിർത്തിട്ടുണ്ട് പുള്ളി. നമ്മള് പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞ് ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് ഇത് ശരിക്കും ഒരു അമൽനീരത് എടുത്തൊരു പടമാണെന്ന് പറയുന്നത് എല്ലാരും പറയും. പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയാല് ആഷിക് കപൂറിന്റെ അമൽനീരത്തിന്റെ കുറച്ച് സ്ലോ മോഷൻസ് ഉണ്ട്, അമൽനീരത്തിന്റെ സ്റ്റൈലിൽ കുറച്ച് സ്ലോ മോഷൻ ഉണ്ട്. ആഷിക് കപൂർ അങ്ങനെയല്ല, വെട്ടി വെക്കണോ പട്ട. പക്ഷെ ഈ അമൽനീരത്തിന്റെ പോലത്തെ മറ്റേ ടോപ്പ് ആംഗിൾ ഷോട്ടുകള്, ഗ്രേഡിങ്, കളർ ഗ്രേഡിങ്, ഇതെല്ലാം പിന്നെ ഡയലോഗ്സിലും അതും അമൽനീരത്
നീരദിന്റെ സിനിമകൾ കാണുന്ന മാതിരി ഡയലോഗ്. പിന്നെ ആദ്യത്തെ മറ്റൊരു വീടിന്റെ ആ ഒരു ഗ്രേഡിങ് കറക്റ്റ് നമ്മൾ ഇതിന്റെ പടമാണ്. മറ്റേ ഇതിന്റെ വെസ്റ്റ് സൈഡിലല്ല വെസ്റ്റേൺ ഗട്ട്സ്, അതൊക്കെ ശരിക്കും അമൽ നീരദ് സിനിമകളിലാണ്. ഇത് അങ്ങനത്തെ സാധനങ്ങൾ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമൽ നീരദിന്റെ ആ ഒരു ടച്ച് വന്നിട്ടില്ല അവിടെ. അത് വരാതെ നോക്കിയിട്ടുണ്ട്, വരാതെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റുകളും അതെ നല്ല നല്ല രസമായിട്ടാ ചെയ്തേക്കണം. ഓരോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ ആൾക്കാർക്ക് അതിന്റേതായ ഓരോരോ വാല്യൂ. ആദ്യം തന്നെ ഇവര് മറ്റേ ഇൻട്രോ കൊടുക്കും, ഇവരൊക്കെ ആരാണ് എന്തൊക്കെയാണെന്നുള്ളത്. അത് നല്ല രീതിയിൽ പ്ലേസ് ചെയ്തേക്കുന്നത്. അതായത് ഒരു ഇങ്ങോട്ടും അതിങ്ങനെ മറ്റേ പറയണം എന്ന് വെച്ച് പറയുന്നതല്ല, അതൊരു പ്ലോട്ടിൽ കൊണ്ടുവന്നിട്ട് എല്ലാരെയും ഇന്ന ആളാണ് ഇന്നതെന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു സ്കിൽ സെറ്റ് പോലെ സിനിമകളിലൊക്കെ ആണെങ്കിൽ ആദ്യം ഒരു പ്ലോട്ട് വരും. പക്ഷെ ഇതങ്ങനെയല്ല, ലൈക്ക് ഒരാളിങ്ങനെ ഇത് ചെയ്തപ്പോ ആളോട് അപ്പൊ നമുക്കും ആ ക്യാരക്ടറിനോട് ഒരു ഇത് തോന്നും. ഇപ്പൊ മറ്റേ അതിനകത്ത് മറ്റേ വാണി വിശ്വനാഥന്റെ ക്യാരക്ടർ, അവളാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ഷൂട്ടർ എന്ന് പറയുമ്പോ നമുക്ക് ഒബ്വിയസ്ലി കൊറേ മറ്റേ ഈ ഡബിൾ മീനിങ് ദിലീഷ് പോത്തൻ ആയത് പറഞ്ഞത് കൊണ്ട് അപ്പൊ അതിനതിന്റേതായ ഒരു തമാശയുണ്ട്. എന്നാ നമ്മള് സീരിയസ് ആയിട്ട് ഈ ദിലീഷ് പോത്തനും ആഷിഖ് കപൂറും മറ്റേ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പക്ഷേ അത് പ്ലേസ് ചെയ്തൊക്കെ എങ്ങനെയാണെന്ന് അറിയോ? ദിലീഷ് പോത്തൻ ഇങ്ങനെ പറയുന്നുണ്ട്, അവളാണ് ഏറ്റവും വലിയ വെടിക്കാരി. എന്നിട്ട് അവൻ തന്നെ പറയും ഡബിൾ മീനിങ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. മറ്റേ അയാളൊക്കെ മറ്റേ പറയുന്നുണ്ടായിരുന്നല്ലോ, അതായത് ഇവര് ആ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പിടിച്ച് അങ്ങനെ പറയാൻ പറ്റാത്തൊരു ഒരു അതിലെ ഇങ്ങനെ പറയുവാണെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് പറയേണ്ട ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ പറഞ്ഞു. പക്ഷെ അവര് എന്നാലും അത് നല്ല രീതിയിൽ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് പറയേണ്ട ഒരു ഇതിനാണ് മറ്റേ ഹനുമാൻ സൂരജ്. സംഭവം അടിപൊളിയാണ്, നല്ല രീതി ആൾക്ക് പറ്റിയ ഒരു റോളായിരുന്നു അത്. നല്ല രീതിയിൽ പുള്ളിയുടെ ഒരു ഇൻട്രോ ഉണ്ട്. പുള്ളിയുടെ റാപ്പിൽ പുള്ളി തന്നെ ഒരു കാറിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു സീനുണ്ട്. അതായത് ക്രേസിയാണ്. ഞാൻ ശരിക്കും ആ ട്രെയിലറൊക്കെ കണ്ട സമയത്ത് ഇവൻ മറ്റേ ബിഗ് ഡോഗ്സിലുള്ളവനല്ലേ എന്ന് പറഞ്ഞത്. പക്ഷെ ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റേ ഇവൻ അതിന് മുമ്പാണ് ഇത് അഭിനയിച്ചത്. നമുക്ക് ശരിക്കും അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം. കാരണം അത് ഈ ബിഗ് ഡോഗ്സ് കഴിഞ്ഞിട്ടാണ് ഇവൻ ഇത് ഷൂട്ട് ചെയ്തതെങ്കിൽ അവൻ ആ ഒരു ഫെയിമിന്റെ രീതിയിൽ അവൻ ആ ഒരു ഇത് കാണിക്കുന്ന പറയാം. പക്ഷെ ഇത് ശരിക്കും തിരിച്ചാണ്. അവന്റെ ആക്ടിങ് സ്കിൽസ് ഓൾറെഡി അവൻ അവിടെ കാണിച്ചിട്ടാണ് പിന്നെ മറ്റേ തിരിച്ചായിരുന്നെങ്കിലോ ഇത് മറ്റേ റൈഫിൾ ക്ലബിൽ അഭിനയിച്ച പുള്ളിക്കാരന് കൊടുത്തേക്കുന്ന റോള് നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുറെ മൂവീസിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കുറെ മൂവീസിൽ കാരണം അവനൊരു നന്നായിട്ട് ഒരു യുണീക്ക് സ്റ്റൈലുണ്ട്, അവന് നല്ല സ്റ്റൈലുണ്ട്. അത് മാത്രല്ല നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ പുള്ളി കൺവിൻസ് ചെയ്തിട്ടുണ്ട്. ആ മറ്റേ ഭാര്യ വാണി വിശ്വനാഥന്റെ നല്ല രീതിയിൽ ഡോക്ടറായിട്ടല്ലേ പുള്ളി മറ്റേ പറയില്ലേ, ഞാൻ ഫാമിലിയിൽ ഇല്ലെങ്കിലും മറ്റേ ക്ലബിൽ പിന്നെ മറ്റേ ആഷിഖ് കപൂറുടെ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാലേ, മറ്റേ ദർശനെ മറ്റേ പുള്ളിയും വരും. ആ നടന്റെ പേര് എന്താ മറ്റേ നമ്മുടെ മെയിൻ വിജയരാഘവൻ. എന്നിട്ട് ഇവര് ഹണ്ടേഴ്സ് ആണ് കഴിച്ചത്. അപ്പൊ ഇവര് ഹണ്ട് ചെയ്ത് വെച്ച ഒരു പന്നിക്കുട്ടിനെ കാണിക്കണ സീനുണ്ട്. ദർശന വിജയരാഘവനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിക്കണം. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ നോക്കും. അപ്പൊ പുള്ളി ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട് രണ്ടുപേരുടെ കണ്ണിലൂടെ. ആ കണ്ണിലുള്ള എക്സ്പ്രഷൻ എന്ന് വെച്ചാല് ഹണ്ടേഴ്സ് ആണ്. നമുക്കിത് കണ്ട് ഈ സിനിമയിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇതെല്ലാം ഒരു ഭയങ്കര സാധാരണ കാര്യമാണ്. അതായത് ആൾക്കാരെ മറ്റേ ഈ അത് മനുഷ്യന്മാരെ ആണെങ്കിലും മൃഗങ്ങളെ ആണെങ്കിലും ഇവര് ഹണ്ട് ചെയ്യുന്നത് അവർക്കൊരു ഒരു രസം പോലെയാണ്, ഹരം പോലെയാണ്. അതിനകത്ത് കുറെ സീൻസ് ഉണ്ട്, മറ്റേ വെടിവെക്കുന്ന സീൻസ് ഒക്കെ. അതൊക്കെ തിയേറ്ററിൽ പോയി കാണുമ്പോൾ അതിന്റെ ഒരു എഫക്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മറ്റേ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഇതാണ് ഇറങ്ങിയിട്ട് അടുത്തവിടെ ആ ഒരു ഇമ്പാക്ട് ആണ്. എന്ന് വെച്ചാൽ ഇവര് ഇല്ലിറ്ററേറ്റ് അല്ല. ഇവരുടെ ചില സീക്വൻസിൽ ഇവരെ വെടിവെച്ച് കഴിയുമ്പോ എന്താ പറയുക, ഓരോ മുറിയിലും ഓരോ ഫ്രെയിം ഉണ്ട്. എല്ലാ ഫ്രെയിംസിലും ആനിമലിന്റെ സയന്റിഫിക് നെയിം.
അവരുടെ ഗ്രോത്ത് എങ്ങനെയാണ് അതിനെ കുറിച്ചുള്ള എല്ലാ വീടിന്റെ ഭിത്തിമേലും ഓരോ ഫ്രെയിം വെച്ചിട്ടുണ്ട്. ഭയങ്കര സീനായിട്ട് അത് കാണിച്ചേക്കാം. ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ് ഓക്കെ ഹണ്ടിങ് എന്താണ് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ് ആ സിനിമയിലൂടെ. അപ്പൊ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കൊള്ളാലോ. കൊറേ ഡയലോഗ്സ് ഭയങ്കര അടിപൊളിയായിട്ട് അവര് ഇത് ഇല്ലെങ്കിൽ കൊല്ലരുത് അങ്ങനത്തെ കൊറേ നല്ല അതായത് നല്ല ഈ പറഞ്ഞ അങ്ങനത്തെ അമൽനീര ണ്ടല്ലോ മറ്റേ ഭൂമി വരച്ചാലും കൈ അതൊക്കെ ഭയങ്കര സീൻ. അത് അവര് ഒന്നും 2-3 പ്രാവശ്യം പറയും. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ കേൾക്കത്തുള്ളൂ, രണ്ടാമത്തെ പ്രാവശ്യം നമ്മള് തന്നെ അതായത് അവരത് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് സിമ്പിൾ ആയിട്ട് അത് അവര് കാണിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഷിക് കപൂർ നല്ല രീതിയിൽ കുറെ സാധനങ്ങളുണ്ട്. മറ്റേ ഫ്രെയിമില് എവരിബഡി വാണ്ട്സ് ടു ഈറ്റ് but nobody is willing to hunt. Some are willing to hunt. Very few are willing. അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട് ഒരു ഫ്രെയിമില്. അതൊക്കെ ഭയങ്കര നൈസ്. പിന്നെ പാരലൽ ഇവരിങ്ങനെ ചില സീൻസ് എടുക്കും. മറ്റേ കടുവയുടെയും ഒരു പാരലൽ ഇതിൽ കാണിക്കും. അതായത് ആ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. ഇങ്ങനെ അനുരാഗ് കശ്യപ് വരുമ്പോ ഒരു കടുവ വരുന്നതായിട്ട് അതുപോലെ ഒരു മാസമല്ലോ മറ്റേ ഇത് ട്രെയിലറിലുണ്ടത് മറ്റേ 0.22 വരും. അതൊക്കെ ഭയങ്കര മനസ്സിലാവും. എല്ലാവരും വിജയരാഘവനൊക്കെ എന്ത് രസമായിട്ട് അഭിനയിക്കുന്നത്. പുള്ളിക്ക് പറ്റിയ ക്യാരക്ടർ കൊടുത്തേക്കണം. പുള്ളി ഈയിടെയായിട്ട് അഭിനയിക്കുന്ന സിനിമകളെല്ലാം അത് എന്ന് വെച്ചാൽ ആഷിക് കപൂറുടെ ബ്രില്യൻസ് എന്ന് വെച്ചാൽ അവിടെ ഒരു കാരണവരെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കണെന്ന് വെച്ചാൽ അത് വേണം. ബാക്കിയുള്ളവർക്ക് അതൊരു ഭയങ്കര ഒരു എന്താ പറയുക ബാക്ക് ബോൺ സപ്പോർട്ട് പോലെയാണ്. പുള്ളി ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കണ കാരണവരായതുകൊണ്ട് ഇവര് ഈസിലി വേണമെങ്കിൽ കൊല്ലും. അതും ആ അടിക്കുന്ന ഡയലോഗ് ഒക്കെ ആണെങ്കിലും പ്ലേസ് ചെയ്തേക്കണം. അനുരാഗ് കശ്യപ് കുറച്ച് കഴിയുമ്പോ ഒരു മെക്സിക്കൻ സ്റ്റൈലോട്ടാ ഒരു ട്രൗസർ ഒക്കെ ഇട്ട് തോക്കൊക്കെ പിടിച്ച്. പക്ഷെ എനിക്ക് ഈ ഹനുമാൻ ഗൈൻഡിനെ അങ്ങനെ പെട്ടെന്ന് മരിക്കുന്നതിന് വരെ കുറച്ചുകൂടെ ഒന്ന് നീട്ടിയിട്ട് അവനൊരു കുറച്ചുകൂടെ ഒന്ന് നീട്ടിക്കൊണ്ട് പോകായിരുന്നു. അല്ലെങ്കിൽ അനുരാഗ് കശ്യപിനാണേലും മറ്റേ കുറച്ചുകൂടെ ഒന്ന് ഒരു പവർഫുൾ ഒരു കുറച്ചു പേരെ ഒന്ന് വെടിവെച്ച് സിമ്പിൾ സ്റ്റോറി ലൈനാണ്. ഒരു ലൈഫ് ക്ലബിൽ ഉണ്ടാവണ ഒരു ഇഷ്യൂ വരും. ആ ഇഷ്യൂ വരുമ്പോ നമുക്കറിയേണ്ട ആകെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തുകൊണ്ട് ഇവര് വന്ന്, എന്ത് കാരണം കൊണ്ട് വന്ന്, എങ്ങനെ വന്നു. ഇത് അവര് വെട്ടിപ്പായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമാണ് ഇവര് ആ ഒരു അറ്റാക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ ഇവര് എൻജോയ് ചെയ്യണത്. അതായത് ഇവര് മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു സംഭവം വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ച വിജയരാഘവനോട് ചോദിക്കും ഇങ്ങനെ വരണമെന്ന് അവരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവർക്ക് തിരിച്ച് ഇത് ചെയ്യാനുള്ളതൊക്കെ. ഈ ക്ലബിലുള്ള പണിക്കാര് വരെ പ്രൊഫഷണലാ, ഹണ്ടേഴ്സാ. അത് ഇങ്ങനെ അത് കാണിക്കണുണ്ട് ആഷിക് കപൂർ ആ ഡയറക്ഷനിൽ. നല്ല രസമായിട്ട് കാണിക്കണം. അവരൊക്കെ പ്രൊഫഷണൽ ഹണ്ടേഴ്സാണ്. അവർക്ക് ആർക്കൊരു പേടിയില്ല. ഇവൻ അവിടുത്തെ കുക്കിന് പോലും അവിടുത്തെ മറ്റേ പോസ്റ്ററിലുള്ള അമ്മച്ചിക്ക് പോലും പേടിയില്ല. അതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ കഥ കൊണ്ടുപോകുന്നത് റംസാൻ ഉണ്ട് ഇതിന്റെ അകത്ത്. വയസ്സ് റംസാനും പ്ലോട്ട് തുടങ്ങുന്നത്. പിന്നെ പക്ഷെ ഞാൻ വിചാരിച്ചത് ആ പാട്ട് മറ്റേ രതിപുഷ്പം പോലെ ചുമ്മാ അയ്യോ ഈ പയ്യനെ പാട്ടായിരുന്നല്ലോ. ആ പാട്ടാന്നപ്പോ എന്റെ പൊന്നീ ചെറുക്കിന് ഇത് മാത്രം. എല്ലാ സിനിമയിലും ഇത് തന്നെ. പക്ഷെ റംസാന് നല്ലൊരു ക്യാരക്ടർ സ്റ്റോറി കൊണ്ടുപോകുന്നത്. പിന്നെ മറ്റേ പുള്ളിക്ക് നല്ല റോളാ. മറ്റേ കരളെ നീ കൈപിടിച്ചാൽ അതേപോലെ ഇപ്പോഴും ഇരിപ്പുണ്ട്, ഒരു മാറ്റവും ഇല്ല. അതും എത്ര വർഷം മുമ്പ് ഈ മറ്റേ ദേവദൂതനൊക്കെ ഇറങ്ങിയത്. അത് 20-25 വർഷമായിട്ട് അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. പുള്ളി ഇപ്പോഴും അത്രയും ഞങ്ങായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ നല്ല ലുക്കോടാ. പിന്നെ ആഷിക് കപൂർ എപ്പോഴും ഉണ്ട്. ആഷിക് കപൂർ ഡയറക്ഷനില് ഇതിന്റെ അകത്ത് മറ്റേ മൃഗേനെ കുറിച്ച് പറയുന്നുണ്ട്. മമ്മൂട്ടി പുള്ളി എന്തെങ്കിലും ഒരു സാധനം എടുത്തിടും. മമ്മൂട്ടിയോ മോഹൻലാലോ എപ്പോ നോക്കിയാലും എന്തെങ്കിലും ഒരു സാധനം എടുത്തിടും. ഇതിന്റെ അകത്ത് മമ്മൂട്ടിയുടെ മൃഗയ എന്ന് പറയുന്ന ചിത്രത്തിനെ കുറിച്ച് പ്ലോട്ട് ഇട്ടുണ്ട്. അത് അവരുടെ സ്ലാങ് ആണെന്ന് തോന്നുന്നു. ആ ടൈമിലുള്ള 90s അല്ലേ ഇത്? 90s സംഭവം. പിന്നെ മെയിൻ ദിലീഷ് പോത്തൻ
എല്ലാ സിനിമകളെയും പോലെ അയാൾക്കൊരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട്. എല്ലാ സിനിമയിലും അയാൾക്കൊരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിനപ്പുറം പോവില്ല. സെക്രട്ടറി സ്പീക്കിംഗ് അത് അതായത് ലാസ്റ്റ് ഒക്കെ ഇയാള് പറയുന്ന എല്ലാ മാസ് ഡയലോഗ് ഇയാളും മറ്റേ അനുരാഗ് കശ്യപ്പും തമ്മിലുള്ള കോൺവെർസേഷൻസ് എല്ലാം. പിന്നെ അനുരാഗ് കശ്യപ് ആണെങ്കിലും നല്ല അഭിനയം. അയാളുടെ ഒക്കെ ഒരു റേഞ്ച് ഓൾറെഡി അയാൾക്ക് ഉണ്ട്. ചെറിയൊരു കഥയാണ്. ആദ്യം തുടങ്ങുമ്പോ തന്നെ പ്ലോട്ട് എന്താന്ന് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ആണ്, ഇന്റർവെൽ ആണ്. പിന്നെ അത് കഴിയുമ്പോ തന്നെ നേരെ പ്ലോട്ടിലോട്ട് കിടക്കണേ, നേരെ പരിപാടി കിടക്കണേ. മറ്റേ വാണി എന്നെ അടിപൊളിയായിട്ടൊക്കെ കുറെ നാളുകൾക്ക് ശേഷം ഭയങ്കര രസമാണ്. പവർഫുൾ ലേഡിയുടെ ഒരു. പിന്നെ ബാക്കിയുള്ളവരാണെങ്കിലും അവർക്കും എല്ലാവരും പവർഫുൾ ആണ്. എല്ലാവർക്കും അവരുടേതായ ഒരു സ്കിൽ സെറ്റ് ഉണ്ട്. കാരണം എല്ലാവർക്കും ചെറിയ ചെറിയ ഡയലോഗ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലൊരു ഇതായിരുന്നു. കാരണം ഇവരുടെ സ്ട്രെങ്ത്തും സ്കില്ലെല്ലാം പറയല്ലോ. നമ്മൾ ചീട്ട് അതിനകത്ത് സ്ട്രെങ്ത്തും സ്കില്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. WWE ചീട്ട് കളിക്കുന്ന അതുപോലെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇവന്റെ കഴിവ് എന്താ. അതും പിന്നെ ചിലര് ഷൂട്ട് ചെയ്യുന്ന മറ്റേ സുരഭി മറ്റേ കാറിന്റെ ഇടയ്ക്കൂടെ ഒരുത്തന്റെ ഹെഡ് ഷോട്ട് അടിക്കുന്ന ഒരു അപ്പൊ നമുക്ക് അവർക്ക് അത്രയും സ്കില്ലുണ്ട്. അതിനു മുമ്പ് വരെ അവര് മറ്റേ ആ എറിഞ്ഞിട്ട് മറ്റേ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഒരു സംഭവം വന്നപ്പോ എല്ലാവർക്കും എല്ലാവരും ഒരേപോലെ ഈക്വൽ ആവണം എന്ന് ചിന്തിച്ച് ഇവര് മറ്റേ ബേസിക്കലി മനുഷ്യരെ കൊല്ലാൻ മാത്രമേ ഉള്ളൂ ഇനി അവർക്ക്. ബാക്കി ഹണ്ട് ചെയ്തിട്ടുള്ളവരാ. പിന്നെ മറ്റേ ഇവര് നൈസാ മറ്റേ താടിയുള്ള വിഷ്ണു നല്ല അഭിനയമാണ്. അവനും ഈ പറയുന്ന മാതിരി ഈ ഹനുമാൻ കൈനെ പോലെ കുറെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ സീരീസിലാണ്. RDXലെ വില്ലൻ പുള്ളിയുടെ ക്യാരക്ടർ ഇവര് ആദ്യം തുടങ്ങണ ശ്രദ്ധിച്ചിട്ടുണ്ടാ. മറ്റേ റൈഫിള്, ഷോട്ട് ഗൺ അതൊക്കെയാണ് ഇവരെടുത്തുള്ളത്. വില്ലന്മാര് തന്നെ മറ്റേ മെഷീൻ ഗണ്ണൊക്കെ വെച്ചോണ്ട് അങ്ങനത്തെ സാധനങ്ങളാണ്. ഇവര് സ്കിൽ സെറ്റ് വെച്ചിട്ട് ഇവർക്ക് ഇന്ന ഇത്ര ബുള്ളറ്റ്സ് ഉണ്ട് അത് കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ള നമ്മള് സ്പോയിലർ ആവത്തില്ലല്ലോ. ഇനിയിപ്പോ കണ്ടിട്ടില്ലെങ്കിൽ ഇത് ഞങ്ങൾ പറഞ്ഞാലും അത് കാണുമ്പോ നിങ്ങൾക്ക് അത് വേറൊരു ടൈപ്പ് ഓഫ് ഒരു എക്സ്പീരിയൻസ്. കാരണം ഭയങ്കര നല്ലൊരു തിയേറ്ററിൽ പോയി കാണാം. റെക്സ് വിജയൻ ശരിക്കും നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ടും ഈ റൈഫിൾ ക്ലബിന്റെ ഈ ട്രെയിലർ നിനക്ക് അയക്കുന്നതിന് 2-3 ദിവസം മുമ്പ് നമ്മളെ താഴ്വാരം പാട്ട് വിട്ടിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് റെക്സ് വിജയന് പിന്നീട് നല്ല സിനിമകളൊന്നും കിട്ടിയിട്ടില്ലെന്നല്ല, അയാളെ വേണ്ടത്ര യൂസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇതിന് 2 ദിവസം മുമ്പ് ഇട്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന അത് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമ വരുന്നത്. എന്നിട്ട് ഞാൻ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു റെക്സ് വിജയനാണ് ഇതിന്റെ മ്യൂസിക് എന്ന് പറയുന്നത്. അത് നല്ലൊരു തിയേറ്ററിൽ പോയല്ലേ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും SFX. കാരണം എല്ലാ ഗൺസിനും പല പല സൗണ്ടാണ്. അത് ശരിക്കും വേറെ നല്ലൊരു തിയേറ്ററിൽ പോയാല് ആ എല്ലാ ഗൺ ഷോട്ട്സും വേറെ വേറെ സൗണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളിവിടെ പോയ തിയേറ്ററിൽ SFX അങ്ങനെ മര്യാദക്ക് പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് നോർമൽ തിയേറ്റർ ആണ്. പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് ഇന്ത്യൻ മൂവീസ് തന്നെ റെയർ ആണ്. അതിനകത്ത് മലയാളം മൂവീസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ തിയേറ്ററിൽ കുറച്ച് ആൾക്കാരെ വരുത്തുള്ളൂ. പിന്നെ ആ ഒരു ക്രൗഡ് ആണെങ്കിലും ഫാമിലിയാണ്. ആകെ നമ്മൾ മാത്രമാണ് ലാസ്റ്റ് ക്യാപ്പ് എല്ലാവരും ഫാമിലീസ് ഒക്കെ ആയിട്ട് വന്നത്. അപ്പൊ ആ ഒരു നാട്ടിലെ മറ്റേ FDFS ഒക്കെ പോകുന്നൊരു വൈബൊന്നും കിട്ടൂല. ബട്ട് സ്റ്റിൽ കൊള്ളായിരുന്നു സിനിമ. ഏത് മൂഡ് വെച്ചാല് ആ ഒരു വൈബായിരുന്നു. റെക്സ് വിജയൻ പക്ഷെ ഇതിനകത്ത് സോങ്സ് ഒക്കെ നല്ലതാണ്. പക്ഷെ അങ്ങനെ ഭയങ്കര ഈ സിനിമയിൽ സോങ്സിനായിട്ട് അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഇല്ല. ആകെ ആ റംസാന്റെ പാട്ട് പ്ലോട്ടിനോട് ചേർന്ന് നടക്കുന്നതുകൊണ്ട് വേറൊരു പാട്ടില്ല ഈ ഇടയ്ക്ക് ഇറങ്ങിയത് മറ്റേ ദിലീഷ് പോത്തന്റെ കല്യാണം ഒക്കെ കാണിച്ചിട്ടുള്ള ആ ഒരു പാട്ട് ആക്ച്വലി നല്ലതാണ്. പിന്നെ അവന്റെ മറ്റേ കില്ലർ ഓൺ ദ ലൂസ് അതിലാണ് പുള്ളിയുടെ ഇൻട്രോ. അത് എന്റെ അമ്മ ഒരു മാരകമായിട്ട് അതും മാരകമാണ്. തിരിച്ച് മറ്റേ വാണി വിശ്വനാഥിന്റെ റിപ്ലൈ മാരകമാണ്. അതിലാണ് മറ്റേ അവൾക്ക് മറ്റേ
ശരിക്കും ഈ സിനിമ കണ്ടിറങ്ങിയപ്പോ എനിക്ക് മറ്റേ തല്ലുമാല കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി അതേ സെയിം കിക്കായിരുന്നു. അതായത് തല്ലുമാല കണ്ടിറങ്ങുമ്പോ നമുക്ക് ആരും ഇടിക്കണം, ഇപ്പൊ കിട്ടി ഇടിക്കുന്നുള്ളൊരു സിനിമയുടെ ടൈറ്റില് എന്താണ് അതുപോലെ. എടാ ഞാൻ ശരിക്കും ബോഗൻവില്ല ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഞാൻ ഒന്ന് പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് വേറൊരു രീതിയിലോട്ട് പോയി. അതിനേലും എനിക്ക് ഇഷ്ടപ്പെട്ട റൈഫിൾ ക്ലബ് തന്നെ കേട്ടോ. എടാ ആഷിഖ് കപൂർ പടങ്ങള് എന്ന് വെച്ചാല് സോൾട്ട് ആൻഡ് പെപ്പർ, മായാനദി, വൈറസ്, അയാള് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളാണേലും മറ്റേ മഹേഷിന്റെ പ്രതികാരം അങ്ങനെ. എടാ പക്ഷെ ഞാനൊരു ആഷിഖ് കപൂർ ഫീല് വന്നത് റൈഫിൾ ക്ലബ് ഇറങ്ങിയപ്പോഴാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് സോൾട്ട് ആൻഡ് പെപ്പറിന് ശേഷം ഒരു പ്രോപ്പർ ആഷിഖ് കപൂറിന്റെ ഒരു സിനിമ പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു സ്റ്റൈല് ശരിക്കും വന്നിട്ടുണ്ട്. കാരണം പുള്ളി ഒന്നാമത് സിനിമാറ്റോഗ്രഫിയും പുള്ളി തന്നെ ചെയ്തേക്കണം. പുള്ളി മറ്റേ ഡയറക്ഷൻ ഞാൻ ചെയ്തോളാം, എന്താ ക്യാമറയും ഞാൻ നോക്കിക്കോളാം. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കഥയും കൂടെയാണ് വന്നേക്കുന്നത്. ഈ സിനിമയിലാണെങ്കിൽ അത് തന്നെയാണ്. അടിയിടി ബഹളം ഉണ്ടെങ്കിലും നമ്മളോട് ഉള്ളിലൊരു ആഗ്രഹമുള്ളൂ ഇവര് ജയിക്കണം. അവരൊന്ന് കൊന്നു. ഇതൊരു ഫിസിക്സ് ഒന്നും നടക്കണില്ല, എന്നാലും ഒരു പാരലൽ യൂണിവേഴ്സിൽ നടക്കണുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ വേണമെങ്കിൽ നടക്കാം. അതായത് ഈ ചത്തവരൊക്കെ പിന്നീട് പോലീസ് കേസ് ആവും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും അങ്ങനൊന്നും ചോദിക്കരുത്, ചോദിച്ചില്ല. പക്ഷെ എല്ലാരും വെടിവെച്ചു. അതാണ് സിനിമയിൽ എടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഇതേതുകൊണ്ടല്ല. പിന്നെ ബേസിക്കലി ഇവരെല്ലാം ഉണ്ടാകണമല്ലോ, അപ്പൊ വെടികൊണ്ട് ചാവാം. മറ്റേ അനുരാഗ് കശ്യപൊക്കെ മറ്റേ വലിയ വലിയ സംഭവങ്ങൾ ഇവരൊക്കെ മറ്റേ ഇവരെല്ലാം മറ്റേ വലിയ മെഷീൻ ഗണ്ണുമായിട്ട് വന്നിട്ട് ഇവിടുത്തെ മറ്റേ തോക്ക് മറ്റേ ഓപ്പോസിറ്റ് ടീം ഗൺ ഡീലേഴ്സ് ആണ്. അത് അവർ പറയുന്നുണ്ട്, മറ്റേ എന്ന് പറയുന്നുണ്ട്. എനിക്ക് മറ്റേ ദിലീഷ് പോത്തനാണ് എല്ലാം ഇങ്ങനെ സംസാരിക്കുന്നതിനെ കുറിച്ച്. അപ്പൊ മറ്റേ തമാശയുണ്ട്, ഭയങ്കര ഒരു കാച്ചി തിങ്സ്. ഞാനാണ് കിങ്, ഇവളാണ് എന്റെ കിങ്ങിണി. അത് മറ്റേ നമ്മുടെ ഇവിടെ തിയേറ്ററിലാണെങ്കിൽ സബ് ടൈറ്റിൽ ഉണ്ടല്ലോ. അപ്പൊ നമ്മളിവിടെ കിങ്ങിണി നോക്കും, പക്ഷെ ഇംഗ്ലീഷിൽ അവര് പറയുന്നത് എന്താ, കിങ് ഫിഷർ. കിങ് ഫിഷർ കിങ്ങിണി എന്ന് പറഞ്ഞ കിങ് ഫിഷർ നല്ലല്ലോ അല്ലേ? എനിക്കറിയത്തില്ല, പക്ഷെ അതിനകത്ത് സബ് ടൈറ്റിൽ നോക്കുന്നത് കിങ് ഫിഷർ കിങ് ഫിഷർ എന്നൊക്കെ എന്താ പറയുക. പക്ഷെ ഇതിനകത്ത് 2 പട്ടികളുണ്ട്, പട്ടികൾക്ക് നല്ല റോളാണ്. പട്ടികൾക്ക് ഒരു നല്ല റോളാണ്, നന്നായിട്ട് പ്ലേസ് ചെയ്തേക്കണം. പുള്ളി കൊറേ നാൾക്ക് ശേഷം പുള്ളി മറ്റേ നല്ല വർക്ക് എടുത്ത് പട്ടികളെയും കൂടി പട്ടികളെ ആടുകളാണ്. 2 വെള്ളപ്പട്ടിയുണ്ട്, ഇവിടെ വിചാരിച്ച ആടാണ്. പിന്നെ അതിന്റെ ഞാൻ അതോർത്ത് ആ മറ്റേ ഇവള് മറ്റേ മോഷൻ ഗ്രാഫിക്സിൽ ഇവളിങ്ങനെ പിടിക്കത്തില്ലേ പെണ്ണ്, ഞാൻ പക്ഷെ അതും ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആണ്. അതായത് ആ സമയത്ത് ആ പട്ടി ചെറുതായിരുന്നു, മനസ്സിലായി, കല്യാണ സമയത്ത്. പിന്നീട് ഇത്രയും നാളായപ്പോ അത് വലുതായെന്നുള്ളത്. ഈ എനിക്ക് ഭീസാദ്യം തന്നെയാണ് ഭീഷ്മവർമ്മൻ ചെയ്തേക്കണത്. എനിക്കൊന്ന് പുള്ളിയുടെ ഭീഷ്മയിലെ ഒരു സാധനമുണ്ട്, ക്യാരക്ടറിന്റെ പഴയ ഒരു ഹിസ്റ്ററി കാണിക്കണം, ഒരു ഗ്രാഫിക്സ് ഒക്കെ വെച്ചിട്ട് വിന്റേജ് റെട്രോ. ആ സെയിം ഒരു സ്റ്റൈൽ ഇതിന്റെ അകത്തും ഉണ്ട്. ഇവരെ കല്യാണം കാണിക്കാൻ പ്രതീക്ഷിക്കത്തില്ല അല്ലേ, നമ്മള് പ്രതീക്ഷിക്കത്തില്ല. ഇങ്ങനെ പോയിട്ട് നേരെ ഇങ്ങനെ വരും. അത് ഭയങ്കര രസമാണ്. ആ ഒരു സാധനം ഭയങ്കര രസമായിട്ടാണ് പുള്ളി ചെയ്തേക്കണം, പ്ലേസ് ചെയ്തേക്കണം. നമ്മളിങ്ങനെ കഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്വിച്ച് ചെയ്യും. ഇതെന്തോ മറ്റേ ആദ്യം മറ്റേ റംസാന്റെയും ആളുടെയും ഒരു ഇന്റിമസി ഇതായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഓക്കെ ഫുൾ ടൈം. പക്ഷെ അമ്മച്ചി പറഞ്ഞ കാര്യമായിട്ട് എടുത്തു. പക്ഷെ അത് നേരെ മറ്റു ഇതിലേക്ക് പോയി നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ആ ട്രാൻസിഷൻ. ശരിക്കും മറ്റേ ഈ മഞ്ഞുമേലിനകത്ത് മറ്റേ വെള്ളത്തിൽ വീഴുമ്പോൾ ട്രാൻസിഷൻ പോലെ അത്രയില്ല, പക്ഷെ നല്ലൊരു ട്രാൻസിഷൻ ആണ്. പക്ഷെ നമ്മൾ ചിന്തിക്കത്തില്ല. അങ്ങനെ രസമുണ്ട്. നമ്മൾ ആഗ്രഹിക്കും ഈ ഒരു ട്രാൻസിഷൻ കണ്ടാലോ, കാരണം മോഷൻ ഗ്രാഫിക്സിൽ നമ്മൾ ഈ ഒരു പോസ്റ്റർ കണ്ടാണല്ലോ. അപ്പൊ ഇത് എപ്പോഴായിരിക്കും വരുന്നത് നമ്മൾ. പക്ഷെ കഥയിൽ തന്നെ ആദ്യം വരുമ്പോ തന്നെ ഇവർ ഓൾറെഡി കെട്ടി, അപ്പുറത്ത് പറയത്തില്ലായിരിക്കും.
ഇവര് നല്ല നല്ല റിസൾട്ട് ചെയ്തേക്കണം. എനിക്കൊന്ന് ഈ വർഷം ഇറങ്ങിയതിനകത്ത് ഒരു ടോപ്പ് 10 എങ്ങനെ വരും. റെക്സിന്റെ വർക്ക് അത്രയും സൂപ്പറായിട്ട് ചെയ്തേക്കുന്നുണ്ട്. ഓരോ വീട് കാണിക്കുമ്പോൾ അതിന്റെ ആംബിയൻസ്, ഓരോരുത്തരുടെ ഇന്റർ കാണിക്കുമ്പോ അതിന്റെ എസ്എഫ്എക്സ്, ഗൺസിന്റെ എസ്എഫ്എക്സ്, പിന്നെ എല്ലാ ഇമോഷണൽ സീൻസിന്റെ ഇത്, ഫുഡ് അതും ആർട്ട് ഡിപ്പാർട്ട്മെന്റ് നല്ല പണിയാണ്. ഡിപ്പാർട്ട്മെന്റ് നല്ല വർക്ക് എടുത്തിട്ടുണ്ട്. കാരണം ആരും ശ്രദ്ധിക്കൂല, എല്ലാ മുറിയിലും ഓരോ ഫ്രെയിം വെച്ചിട്ടുണ്ട്. അതിനകത്ത് എല്ലാം പല പല ആനിമൽസിന്റെ സയന്റിഫിക് നെയിമും അതിന്റെ കാര്യങ്ങൾ എഴുതി വെച്ചു. പിന്നെ ഈ ഓരോ റൂമിലൂടെ പോകുമ്പോഴും അവിടെ എല്ലാം ഓരോ ഒബ്ജക്ട്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് നല്ല വർക്ക് എടുത്ത് പഴയ സാധനങ്ങള് അങ്ങനെ നോക്കി അവര് കറക്റ്റ്, അതും ആ ഒരു ഹില്ലി ഏരിയയിൽ എങ്ങനെ ആയിരിക്കുമോ എന്നുള്ള രീതിയിൽ അത് പ്ലേസ് ചെയ്യും. ഗൺസ് കാണിക്കുമ്പോഴോ അല്ലടാ, ഗൺസ് കാണിക്കുമ്പോൾ അതും ഈ ഗൺസ് കാണിക്കുമ്പോ ശരിക്കും അതായത് ഇവർക്ക് പുതിയ ഗൺസ് വേണമെങ്കിൽ അവിടെ കൊടുക്കാം, പക്ഷെ പഴയ ഗൺ കൊടുത്താലേ അതിനൊരു വിശ്വസനീയത വരുത്തുള്ളൂ. അതായത് ഇവരൊക്കെ ഹണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നവരാണ്, പഴയ ആൾക്കാരാണ്. അപ്പൊ ശരിക്കും ബേസിക്കലി ഒരു ക്ലബ്ബ്, നമ്മള് മറ്റേ ജിമ്മിലൊക്കെ പോയി പേര് എഴുതുന്നു, പ്രോപ്പർ ഒരു ക്ലബ് പോലെ അവര് വരുന്നു, അവര് ചില്ല് ചെയ്യുന്നു, അവര് പ്രാക്ടീസ് ചെയ്യുന്നു, ബേസിക്കലി എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അത്രേ ഉള്ളൂ. എന്നുവെച്ചാല് നമ്മുടെ ഫ്രണ്ട്സിന്റെ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, പേഴ്സണലായിട്ട് എടുക്കില്ല, പക്ഷെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ കൂടെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോഴത്തേക്കും എല്ലാവരും ഒരുമിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മളാദ്യം വിചാരിക്കും ഇവര് ഇനി എനിമീസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ലേ, പക്ഷെ അങ്ങനെയല്ല. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോ എല്ലാവരും ഭയങ്കര അടിപൊളിയാണ്, നമുക്ക് മനസ്സിലാവും. പിന്നെ എനിക്ക് തോന്നുന്നു കൊറേ നിങ്ങള് മറ്റേ അന്ന് ബോഗൻവില്ല കാണുമ്പോയിരുന്നു, ഞാൻ അതിന് പോയില്ല. പക്ഷെ ഞാൻ ഒരു 4 മാസത്തിനിടയ്ക്ക് ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയിച്ചില്ലേ. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് പോയപ്പോഴും സ്റ്റിൽ അത് ആ ഒരു എക്സ്പെക്ടേഷൻ ഡിസപ്പോയിന്റ്മെന്റ് എന്തായാലും തരില്ല. ടൈറ്റിൽ എന്താ പറഞ്ഞേക്കണം അത് നല്ല ക്രിസ്പായിട്ട് പുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. വലിയ പടമല്ല, ചെറിയൊരു പടം. പെട്ടെന്ന് തീരുന്നല്ല, പക്ഷെ പെട്ടെന്ന് പോകുന്ന മാതിരി നമുക്ക് തോന്നും. പെട്ടെന്ന് അതായത് ലാഗ് ഇല്ല, എല്ലാം ഓരോ നല്ല വെൽ പ്ലേസ്ഡ് വെൽ കട്ട് സിനിമയാണ്. എഡിറ്റ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് പിന്നെ നമുക്ക് കണ്ടുനോക്കുക, തിയേറ്ററിൽ പോയി തന്നെ കണ്ടുനോക്കുക. ഇപ്പോഴും തിയേറ്ററിലുണ്ട്, തിയേറ്ററിൽ പോയി കണ്ടുനോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ OTT ആണെങ്കിലും OTT എത്രത്തോളം ഒരു എഫക്റ്റീവ് അറിയാൻ പറ്റില്ല. പക്ഷെ എങ്ങനെയാണെങ്കിലും ഫിലിം കണ്ടുനോക്കുക. നമുക്കിവിടെ ഒരാഴ്ച 2 ആഴ്ച മാക്സിമം, അതിന്റെ ഇടയ്ക്ക് പോയി കണ്ടില്ലെങ്കിൽ അത് പോയി. എന്തായാലും ഹൈലി റെക്കമെൻഡ് ചെയ്യാം. നമ്മള് ഇനിയിപ്പം ഇതുപോലത്തെ മൂവി റിലേറ്റഡ് ടോപ്പിക്സ് ഞങ്ങൾ എടുത്തിടുന്നതായിരിക്കും. പഴയ മൂവീസ് ഒക്കെ ആണെങ്കിലും നമ്മൾ റിവ്യൂ ചെയ്തിട്ട് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാം, അതിന്റെ ഗുഡ് പോയിന്റ്സ് പറയാം, ബാഡ് പോയിന്റ്സ് പറയാം. പിന്നെ ഇപ്പൊ ഇയർ എൻഡ് ചെയ്യുന്നോണ്ട് നമുക്കൊരു മറ്റേ നമ്മുടെ ഒരു ടോപ്പ് 5 മൂവീസ് റെക്കമെൻഡേഷൻ പോലെ അല്ലെ നമ്മുടെ ഒരു സജഷൻ പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവീസ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ നമ്മൾ പറയാം. അപ്പൊ ഗൈസ് ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇത് നമുക്ക് ആ ഒരു ഫിലിം കണ്ടപ്പോ തൊട്ടേ നമുക്ക് ഉണ്ടായിരുന്നു ഇതിനെ പറ്റി വന്ന് പറയണമെന്നുള്ളത്. അതെ, ആ ഒരു ട്രിനാലി റഷില് ഇത് ഇതാണ്. അപ്പൊ നമുക്ക് ഏത് മോഡ് വെടി മോഡ്. ശരിയാണ്.